ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ കുക്ക് ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ ഫ്രൈ ആണ്. ഞാനത് എൻ്റെ രീതിയിൽ എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കാം. ഞാൻ കുറച്ച് ചിക്കൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 300 ഗ്രാമോളം ഉണ്ടത്. കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ, എരിയുള്ള മുളക് പൊടി 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, നാരങ്ങ നീര് 1 to 2 ടീസ്പൂൺ, കറിവേപ്പിലയും പിന്നെ കുറച്ച് ഉണക്കമുളകും, പിന്നെ ആവശ്യത്തിന് ഓയിൽ. ഇനി ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ആഡ് ചെയ്യാം. ആദ്യം പൊടികളെല്ലാം ഇടാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പിടാം. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. പിന്നെ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിനനുസരിച്ച് വെള്ളം ആവശ്യത്തിന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എരിയും ഉപ്പും എല്ലാം ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ചിക്കൻ ഇതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മാരിനേറ്റ് ചെയ്ത് വെക്കാം. ചിക്കൻ അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം. അല്ലെന്നുണ്ടെങ്കിൽ അതിലോട്ടൊന്നും പിടിക്കത്തില്ല. എത്ര നേരം ഇരിക്കുന്നോ അത്രയും നല്ലതാണ്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് ചിക്കൻ ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു 6 to 8 മിനിറ്റ് എടുക്കും ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടാൻ. ചിക്കൻ ഒരു സൈഡ് മുരിഞ്ഞു കഴിയുമ്പോൾ അതൊന്ന് മറിച്ചിടണം. ഫ്രൈ ആയ ചിക്കൻ നമുക്കിനി ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ഈ എണ്ണയിലോട്ട് തന്നെ കറിവേപ്പിലയും ഉണക്കമുളകും കൂടെ ചെറുതായിട്ടൊന്ന് മുരിച്ചെടുത്ത് ഗാർണിഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. കാശ്മീരി മുളക് പൊടി ചേർത്തതുകൊണ്ടാണ് ചിക്കൻ ഇത്രയും കളർ തോന്നിക്കുന്നത്. ഇത് ചൂടോടുകൂടി തന്നെ ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് വരുമ്പോഴോ ഒക്കെ പെട്ടെന്ന് നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഓൾ നെക്സ്റ്റ് ടൈം.